ഈ കാറേ ഇത് ഓപ്പൽ കോഴ്സ എന്നാണ് പറയണത്. ഇത് എടുക്കാൻ ഞാൻ പറയില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് ഓട്ടമൊന്നും ഇല്ല. അതിന് 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പിന്നെ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണറാണ്. വേറെ വെച്ചാൽ വണ്ടി ഓടിക്കാൻ നല്ല സുഖമുണ്ട്. പിന്നെ ഓപ്പൽ ബ്രാൻഡാണ്, 1.4 എഞ്ചിനും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ നിങ്ങളോട് എടുക്കാൻ പറയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടാ. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത് ഈ ഒരു ഓപ്പൽ കോഴ്സാണ്. വണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഇന്നത്തെ കാലത്ത് ഒരു ഓപ്പൽ കോഴ്സ 1.4 എഞ്ചിന് വന്നേക്കണ വണ്ടി ഈ ഒരു കണ്ടീഷനിൽ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി. പിന്നെ നിസ്സാര കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 46,000 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. അതിൻ്റെ വേറൊരു എടുത്തു പറയേണ്ട അഡ്വാൻറ്റേജാണ്. പിന്നെ വാഹനം നമുക്കൊന്ന് ഫുള്ള് ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേട്ടോ, വണ്ടിയുടെ നല്ല നീറ്റായിട്ടിരിക്കുന്ന ഫ്രണ്ട് പോർഷൻ, സൈഡ് പോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒരു മെറ്റാലിക് പെയിൻറ്റിൻ്റെ തിളക്കം ഇപ്പോഴും നിലവിൽ നിൽക്കുന്നുണ്ട്. അതാണ് ഈ വാഹനത്തിനൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ. റൂഫ് നോക്കാം. അതേപോലെ നമുക്കിനി വീലാസൊക്കെ എയർ കണ്ടീഷനിൽ പോകാം. വീലാസൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന വീലാസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ ടയറായാലും വീലായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് പോർഷനിലേക്ക് വരാം. ഇവിടെ ലിഡൊക്കെ നല്ല നീറ്റായിട്ട് ലിഡ് നമുക്ക് കാണുന്നുണ്ട്. അതേപോലെ വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡ് നല്ല പക്ക കണ്ടീഷൻ തന്നെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ലാമ്പിലേക്ക് വരാം. ലാമ്പ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ലാമ്പ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ബമ്പേഴ്സിൽ ചെറിയൊരു സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ ഫ്രണ്ടിൽ ഗ്രില്ലൊക്കെ ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ ലാമ്പ് ഓക്കെയാണ്. ഇവിടെ ഫ്രണ്ടിൽ ചെറുതായിട്ടുള്ള സ്ക്രാച്ച് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. അതേപോലെ നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് രണ്ട് ഡോറിലേക്കും വരാം. രണ്ട് ഡോറും നല്ല വൃത്തി തന്നെ ഇരിക്കും. ഡോർസ് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റൂഫ് നോക്കാം. റൂഫ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. പക്ഷേ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് കിട്ടുന്നുണ്ട്. ടയേഴ്സ് നല്ല ഗ്രിപ്പ് ടയേഴ്സ് കിട്ടുന്നുണ്ട്. ബാക്കിലേക്ക് വരാം. ഇവിടുത്തെ വിൻഷീൽഡ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. അതേപോലെ ലിഡ് നോക്കാം. ലിഡായാലും നല്ല നീറ്റായിട്ട് ലിഡ് കിട്ടുന്നുണ്ട്. ബമ്പേഴ്സിലേക്ക് വരാം. ബമ്പേഴ്സ് നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ബമ്പേഴ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ ചെറിയ സ്ക്രാച്ച് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. നല്ല നീറ്റായിട്ട് വീലാർസ് കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട്. രണ്ട് ഡോർ നോക്കാം. രണ്ട് ഡോറും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഡോറിന് ഓപ്പോസിറ്റ് ഇൻറ്റീരിയേഴ്സ് വെച്ചപ്പെടാം. ഡോർ പാഡ്സൊക്കെ പക്ക ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് പവർ വിൻഡോസിനും ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർട്സ് നമുക്ക് കാണാൻ പറ്റും. സീറ്റ്സ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു. അതേപോലെ ഡാഷ്ബോർഡൊക്കെ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഡാഷ് ബോർഡ്സ് കിട്ടുന്നുണ്ട്. അതേപോലെ മിഡിൽ നമുക്കിവിടെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ 46,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. ഗിയർ നോമ്പൊക്കെ ശ്രദ്ധിക്കാം. റിയറിലെ സീറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കാം. റൂഫ് നോക്കാം. റൂഫായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് ഡോർ നോക്കാൻ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സും പരിചയപ്പെടാം. ഇവിടെയും സീറ്റ്സൊക്കെ നോക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ മൊത്തത്തിൽ വ്യൂ നോക്കാം കേട്ടോ. നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ പോർഷനാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എഞ്ചിൻ റൂം കേട്ടോ. 2005 ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചോ. നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന വണ്ടി നോക്കി. അതേപോലെ തന്നെ ബാറ്ററിയൊക്കെ നോക്കാം. പവർഫുൾ ബാറ്ററി വന്നേക്കണേ കേട്ടോ. എഡ്ജസൊക്കെ നോക്കാം. ലിഡിലേക്ക് നോക്കാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? നീറ്റുള്ള വണ്ടി. ഞാൻ ഈ വാഹനത്തിൽ നമുക്ക് എടുത്തു വരേണ്ട കാര്യമുണ്ട്. ഇത്രയും കൊല്ലമായിട്ടും വണ്ടിയുടെ ക്വാളിറ്റി ഒന്ന് ശ്രദ്ധിച്ചോ. അതേപോലെ നമുക്കിനി ബൂട്ടിലേക്ക് നോക്കാം. ബൂട്ടിലൊന്നും അവസ്ഥ ചെക്ക് ചെയ്തേക്കാം. ഇതിൻ്റെ കീ ഒന്ന് എടുത്തേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതാണ് ബൂട്ട് സ്പേസ് വന്നേക്കുന്നത്. പാസ്വേർഡൊക്കെ നോക്കാം. അതിൽ ബൂട്ട് നോക്കുകയാണെങ്കിൽ ആണോ കുഴപ്പമില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ബൂട്ടിൽ വരുന്നുണ്ട്. ലിഡിലേക്ക് പോകാം. ലിഡായാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു ലിഡ് നമുക്ക് ഈ ഒരു വാഹനം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാം.
നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോഴ്സാണ്. 1.4 എഞ്ചിൻ നിൽക്കുന്നുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ വെറും 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് കിലോമീറ്ററാണ്, നമുക്ക് വാഹനം ഓടിക്കുക മനസ്സിലാവും. പിന്നെ സിംഗിൾ ഓണർഷിപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഇപ്പോൾ 2007 മോഡലാണെങ്കിലും 2005 മോഡലാണെങ്കിലും ഇത്രയും നാൾ സിംഗിൾ ഓണറായിട്ട് നിൽക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. പിന്നെ മെയിനായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന ആളും നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചാണ് വണ്ടിയാണ്. അതിൻ്റെ പേരിൽ തന്നെ ചിലപ്പോൾ കുറച്ച് പൊടിക്ക് റേറ്റ് ഇതിന് കൂടുതലായിരിക്കും. കാരണം വെറും 46 കിലോമീറ്റർ ഓടിക്കുന്ന സിംഗിൾ ഓണർ വണ്ടി ഓപ്പൽ കോഴ്സ് നമ്മുടെ ഇന്നത്തെ കാലത്ത് കിട്ടാൻ നല്ല പാടാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റിലേക്കാണ് പോകേണ്ടത്. റേറ്റിലേക്ക് പോകണേക്കാകുമ്പോൾ തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്യണമെങ്കിൽ ഈ വാഹനം മാത്രമല്ല പ്രീമിയം വാഹനങ്ങളും അതേപോലെ ലക്ഷൂറിയസ് വാഹനങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സയുടെ ആസ്കിങ് പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 75,000 റുപ്പീസാണ്. 75,000 രൂപ ആസ്കിങ് പ്രൈസാണ്. അത് കുറച്ച് കൂടുതലാണ് നമുക്കറിയാം. പക്ഷേ ഇത് ഓണർ ഡയറക്റ്റ് കൊടുക്കുന്നു ഇട്ടേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ അതിനുള്ള വണ്ടി ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത്രയൊക്കെ 75,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് 46,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ് നിങ്ങളുടെ വണ്ടി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് കോഴ്സിലെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് വരും. ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.